സമസ്ത സമ്മേളന കാഴ്ചകളുമായി സുപ്രഭാതം കാരവൻ യാത്ര കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയിൽ എത്തി നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഈ കപ്പൽ നമ്മുടെ സിംബോളിക്കായിട്ടുള്ള ഒരു സംഭവം പായ്ക്കപ്പലാണ്. ആ നൗക്കയിൽ കയറിയാണ് സമസ്തയുടെ മക്കൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ അസ്അദിയ അറബിക് കോളേജിൻ്റെ വിദ്യാർത്ഥികൾ അവരുടെ ഫെസ്റ്റായിരുന്നു ഞാനിന്ന് ഇവിടെ എത്തുന്ന സമയം. പക്ഷേ ഫെസ്റ്റ് കഴിഞ്ഞ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. അങ്ങനെ ഇവരിവിടെ ഫെസ്റ്റിനോടനുബന്ധിച്ചുകൊണ്ട് അവരുടെ ഫെസ്റ്റിൻ്റെ പേര് തന്നെ അവർ നൽകിയിരിക്കുന്നത് നൗക്ക എന്നാണ്. തൊട്ട് പിറകിൽ ഒരു വളരെ മനോഹരമായ ഒരു കപ്പൽ, ഒരു നൗക്ക. പണ്ട് പായ്ക്കപ്പലുകളായിരുന്നു അന്ന്. നമ്മുടെ ഒരു സങ്കല്പത്തിലൊക്കെയുള്ള കപ്പലുകളെ കുറിച്ച് നമ്മൾ അന്നത്തെ കപ്പൽ കേട്ടിട്ടുണ്ട്. പായ്ക്കപ്പലുകളായിരിക്കും. അതിൻ്റെ തടി കൊണ്ട് നിർമ്മിക്കുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതേ മാതൃകയിൽ ഇവരിവിടെ വളരെ മനോഹരമായ ഒരു നൗക്ക ഇവിടെ നിർമ്മിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൻ്റെ ഒരു സിംബൽ അവർ മനോഹരമായി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. തീർച്ചയായും കുട്ടികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം അത് അവർ പ്രകടിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പായ്ക്കപ്പൽ എന്ന ഒരു കോൺസെപ്റ്റ് വേറെ എന്തെങ്കിലും ഇപ്പോൾ ChatGPT വെച്ച് റെഫർ ചെയ്യാം, ഇനി അങ്ങനെയുള്ള ചിത്രങ്ങൾ വെച്ച് ആനിമേഷൻ വെച്ചൊക്കെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് സഹായങ്ങളൊക്കെ ഉണ്ടായോ? ഇല്ല, നമ്മളൊരു സാധാ രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് മുള വെച്ചോ അല്ലെങ്കിൽ കവുങ്ങ് വെച്ചാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ മുള കിട്ടിയപ്പോൾ നമുക്ക് സൗകര്യമായി. സമസ്ത ജമിയത്തുൽ ഉലമയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അവിടുന്ന് പ്രിയപ്പെട്ട മക്കൾക്ക് സമസ്തയും അതോട് ബന്ധപ്പെട്ട സന്ദേശവും ഈ തലമുറക്ക് നൽകി ഭാവിയിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട അസ്സദി പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഖ്ലിസീങ്ങളായ ഹാദിമീങ്ങളായിട്ട് പ്രവർത്തിക്കാനുള്ള സന്ദേശം, അതിൻ്റെ പ്രചോദനമാണ് നമുക്ക് എന്താക്കിയുള്ളത്. ഇപ്പോൾ സമ്മേളനത്തോട് ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ളൊരു സംവിധാനിച്ചൂടെ ഈ സാഹചര്യത്തിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ആ രീതിയിലുള്ള ചിന്താഗതി വന്നത് അൽഹംദുലില്ലാഹ് വളരെയധികം നമുക്ക് സന്തോഷം. ശരിക്കും സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ദഅവത്തിൻ്റെ പ്രായമാണ്. അപ്പോൾ ആ രീതിയിൽ ഈ കപ്പലിൽ കയറിയവർ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. അത് ഒരുപാട് തെളിവുകളും ഒരുപാട് സംഗതികൾ നമുക്കറിയാൻ പറ്റും. ആ രീതിയിലാണ് സമൂഹം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായും ഈ വിശ്വാസിയെ തകർക്കാനോ ഈ വിശ്വാസിയെ തളർത്താനോ കഴിയില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രമാണ് എന്നത് ഉറപ്പാണ്.